My loving greetings to dear brothers and sisters who is hearing me. Thank you for giving me another time to take scriptures, especially on the topic of last judgment and hell. One of the most serious topic in relation to man is this final judgment and the final destiny. മനുഷ്യനെ സംബന്ധിച്ച് വളരെ പരമപ്രധാനമായത് അവന്റെ അന്ത്യന്യായവിധിയും അവന്റെ നിത്യതയും എന്നുള്ള വിഷയമാണ്. മനുഷ്യൻ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അവനിത് ഫേസ് ചെയ്തെങ്കിലേ ഒക്കത്തുള്ളൂ. മരണം പ്രസംഗിക്കുന്നത് ഇഷ്ടമല്ല. People don't like to speak about death. They don't want to think about death. But let me remind you, not only man usually don't want to hear about death, he don't want to hear about hell also, the final judgment. See, I was reading a survey that it was conducted among Protestant pastors, and the Protestant pastors survey says that more than 37%, only 37% people believe in a hell. In otherwise, when I read that survey, it is written like this: still 37% people are believing in hell. In otherwise, 37% ആളുകൾ ഇപ്പോഴും ഈ പ്രൊട്ടസ്റ്റന്റ് പാസ്റ്റേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. അവർ നരകത്തിൽ വിശ്വസിക്കുന്നെന്ന് പറഞ്ഞാൽ rest of the people don't believe in hell, and these people are believing something unusual. അതെന്തോ ഒരു അസാധാരണമായ ഒരു കാര്യമാണ്. ഈ തലമുറയിലും നരകമെന്ന വിഷയമൊക്കെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു അസ്വാഭാവികമായ കാര്യമായിട്ട് മനുഷ്യൻ ചിന്തിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ നമുക്ക് ദൈവജനത്തിലേക്ക് കടന്നു വരുമ്പോൾ, യേശുക്രിസ്തുവിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുമ്പോൾ, ഞാൻ ആ ഭാഗത്തിലേക്ക് വരുമ്പോൾ എടുക്കാം, ഏറ്റവും കൂടുതൽ നരകം എന്ന ഗെഹന്ന എന്ന വാക്ക് ഉപയോഗിച്ചത് നമ്മുടെ കർത്താവാണ്. യേശുക്രിസ്തുവാണ് ഏറ്റവും കൂടുതൽ നരകത്തെക്കുറിച്ച് പറഞ്ഞത്. അതിന്റെ കാരണങ്ങൾ ഞാൻ പിന്നീട് എടുത്തുകൊള്ളാം. പക്ഷേ നമ്മുടെ ടോപ്പിക്ക് ഫൈനൽ ജഡ്ജ്മെന്റ് ആൻഡ് എറ്റേണൽ ഹെൽ എന്ന നിത്യ നരകം എന്നുള്ള വിഷയമാണ്. ഫൈനൽ ജഡ്ജ്മെന്റ്. നമുക്ക് ആദ്യം ഈ ജഡ്ജ്മെന്റ് എന്നുള്ള വിഷയത്തിലേക്ക് പോകാം. നമ്മൾ പ്രാരംഭമായിട്ടൊരു വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ഇതൊരു ബൈബിൾ സ്റ്റഡിയാണ്. അതുകൊണ്ടൊരു പ്രസംഗ രൂപേണയല്ല, ഒരു ബൈബിൾ സ്റ്റഡി എന്ന രൂപേണ ഞാൻ ഈ വിഷയം എടുക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഈ വിഷയത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ എൻ്റെ ഇമെയിലിലൂടെയോ അല്ലെങ്കിൽ എന്നെ വാട്സപ്പിലൂടെയോ കോണ്ടാക്ട് ചെയ്ത് ബ്രദർ ഷാജി എബ്രഹാമിനോട് പറഞ്ഞാൽ എന്നെ കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും തരും. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ എന്നോട് ചോദിക്കാം. അതിന് ആൻസർ ഞാൻ നെക്സ്റ്റ് വീക്കിൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഏതായാലും 3-4 ആഴ്ച നമുക്ക് ഇനി ഒരു 3 ആഴ്ച കൂടെ ഇതിന്റെ പഠനം ഉള്ളതുകൊണ്ട് ആ വിധത്തിലൊരു ക്രമീകരണം കൂടെ ഞാൻ ചെയ്യുന്നു. നമുക്കൊരു വാക്യം വായിച്ച് ഈ പഠനം ആരംഭിക്കാം. ഹീബ്രൂസ് ചാപ്റ്റർ 9 വേഴ്സസ് 27. ഹീബ്രൂസ് ചാപ്റ്റർ 9 വേഴ്സസ് 27 പരിചയമുള്ള വാക്യമായിരിക്കാം, പക്ഷേ നമുക്ക് ഒരാവർത്തി വായിച്ചിട്ട് മുന്നോട്ട് പോകാം. Hebrews chapter 9 and verses 27. And as it is appointed for man to die once, but after this the judgment. Let me read it once again. It is appointed for man to die once, but after this the judgment. It is appointed unto man once to die, and after this the judgment. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, those who are listening me, let me remind you, these are the appointments of God. As I was meditating on this topic, my eyes fell on certain verses that is told in relation to the final judgment, and I was able to find out many appointments of God revealed in the scripture in relation to the judgment. ന്യായവിധിയുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ചില തീർപ്പുകൾ, അപ്പോയിന്റ്മെന്റുകൾ, നിയമനങ്ങൾ കാണാനായിട്ട് എനിക്ക് സാധിച്ചു. ഞാൻ ആ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. മനുഷ്യനെ സംബന്ധിച്ച് ദൈവം നിയമിച്ചിരിക്കുന്ന ആദ്യത്തെ നിയമനമാണ് മരണം എന്നുള്ളത്. മരണം ദൈവം നിയമിച്ചിരിക്കുകയാണ്. ഞാനൊരു പഠനം നടത്തി ഒരു സീരീസ് ഓഫ് സ്റ്റഡീസ് ചെയ്യാൻ എടുക്കാറുണ്ട്. വാട്ട് ഹാപ്പൻസ് ഡെത്ത് ആൻഡ് ആഫ്റ്റർ ലൈഫ്. മരണവും മരണാനന്തര ജീവിതത്തെ കുറിച്ച് യൂഷ്വലി ഒരു 8 ക്ലാസ്സിലൂടെയൊക്കെ ഞാനത് എടുക്കാറുണ്ട്. ഡെത്ത് ആൻഡ് ആഫ്റ്റർ ലൈഫ്. മരണം എന്ന് പറഞ്ഞാൽ എന്താണ്? മരണം സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? അവന്റെ വ്യക്തിത്വത്തിന് കോട്ടം വരുന്നുണ്ടോ? അവൻ മടങ്ങി വരുമ്പോൾ എങ്ങനെയായിരിക്കും? ഈ വിഷയങ്ങളൊക്കെ അതോടുള്ള ബന്ധത്തിൽ പഠിക്കാൻ കഴിയും. ഇപ്പോൾ അതല്ലെങ്കിലും ഒരു വാക്ക് ഞാൻ ഇതോടുള്ള ബന്ധത്തിൽ പറയട്ടെ. ഡെത്ത്
appointed into man wants to die. മരിക്കുന്നതിന്റെ കാരണം it is God's appointment. മനുഷ്യൻ മരിക്കുന്നത് എന്തുകൊണ്ടാണ്? മനുഷ്യൻ മരിക്കുന്നത് ശാസ്ത്രീയമായി നമ്മൾ പറഞ്ഞേക്കാം, നമ്മുടെ ഇന്ന കാരണങ്ങൾ കൊണ്ടാണ്, ഹാർട്ട് ഫെയിലിയർ ആണ്, അല്ലെങ്കിൽ മറ്റ് സെറിബ്രൽ ഹാമറേജ് ആണ്, ഇങ്ങനെ പലതും മനുഷ്യന് പറയാൻ കഴിയും. പക്ഷെങ്കിൽ മരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഞാൻ ആൻസർ പറയാം, ഇറ്റ് ഈസ് അപ്പോയിന്റഡ് ബൈ ഗോഡ്. ദൈവം അത് നിയമിച്ചിരിക്കുകയാണ്. മനുഷ്യനെ മരിക്കാൻ വേണ്ടി സൃഷ്ടിച്ചതല്ല. മരണം കടന്നു വന്നതാണ്. ഇറ്റ് ഈസ് ആൻ ഇൻട്രൂഡർ. നമ്മള് റോമലേഖനം 5-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. നമുക്ക് ആ വാക്ക് ശ്രദ്ധിച്ചാട്ടെ. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. മരണത്തെ ദൈവം സൃഷ്ടിച്ചതല്ല, മരണം ലോകത്തിൽ കടന്നു വന്നതാണ്. എത്രയോ വ്യക്തി മരണത്തിന്റെ മുന്നിൽ, നമുക്കറിയാം മനുഷ്യ ചരിത്രം മരണത്തിന്റെ ചരിത്രമാണ്. ആ റോഡ് കോൺ ഇന്നും അടഞ്ഞിട്ടില്ല. ഓരോ ദിവസത്തിലും അത് എഴുതി കൂട്ടുകയാണ്. നമ്മൾ മരണത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ ഓർപ്പിച്ചു കൊള്ളട്ടെ. നമ്മൾ മരിക്കും. എന്നെ എപ്പോഴും ചിന്തിപ്പിക്കുന്ന ഒരു വാക്യം ഞാൻ പറഞ്ഞുകൊണ്ട്, പലപ്പോഴും ഞാൻ ഓർക്കുന്ന ഒരു വാക്യം ഒന്ന് വായിച്ചുകൊണ്ട് ഞാൻ ആ വിഷയത്തിൽ നിന്ന് കഴിയുന്നതും സമയം വേർതിരിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കാം. നമുക്ക് 2 Samuel chapter 14 verse 14, 2 Samuel 14:14, the wise woman of Tekoa speaking to David in order to bring back Absalom. അബ്ശലോം മരിക്കേണ്ടിവരാണ്. ആ അബ്ശലോമിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ദാവീദിന്റെ അടുക്കല് ഈ തെക്കോവയിലെ വൈസ് വുമൺ, ബുദ്ധിമതിയായ ഈ തെക്കോവയിലെ ജ്ഞാനിയായ സ്ത്രീ ദാവീദിനോട് പറയുന്ന വാക്കുകളാണ് പരിശുദ്ധാത്മാവ് എഴുതി നമുക്ക് നൽകി. 2 Samuel 14:14, for we will surely die. We will surely die and become like water spilt on the ground, which cannot be gathered up again. Let me remind you that verse once again. For we will surely die. You will die, I will die. We will surely die. None of the people we are seeing, they won't be living after 100 years. Most of the people will be dead 50 years. Man is not going to live forever. Man, death is appointed, and that is the reason man dies. Here it is written, we will surely die. But what happens at death? And become like water that's spilt on the ground. നമ്മള് മരിക്കേണ്ടവരാണ്. തൊഴിച്ചതും വീണ്ടും ചേർത്തുകൂടാൻ വയ്യാത്തതുമായ വെള്ളം പോലെ. എന്താ അതിന്റെ അർത്ഥം? നമ്മള് ഊണുമേശയിൽ, ഡൈനിങ് ടേബിൾ, many a times we have knocked down water with a glass. And that water split on the ground. That one thing we have understood, we cannot take that water and use again. God is speaking to you and me, telling us one day we will die, and after that you cannot live your life again. We will become like water that's spilt on the ground, that cannot be gathered up again. In other words, you have only one life, and that life when you die will become like spilt water that cannot be gathered up again. You will not be able to live your life once again. Once death come and grip you. മരിച്ച ശേഷം നമുക്ക് വീണ്ടും ആ ജീവിതം ജീവിക്കാനായിട്ട് സാധിക്കാതെ വരും. ഞാനൊരു കഥ വായിച്ചത്, അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കി തരാനായിട്ട് വായിച്ചത്, ഒരു ചെറിയ ഒരു ഇലസ്ട്രേഷൻ ഞാൻ പറഞ്ഞിട്ട് ഞാൻ ആ ഭാഗം വിടാനായിട്ട് ശ്രമിക്കുകയാണ്. ഇത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു വിഷയമാണ്. എന്നാൽ അതിൽ ഒതുങ്ങി അല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ന്യായവിധി എന്ന വിഷയത്തിലേക്ക് ഞാൻ പോവുകയാണ്. അതുകൊണ്ട് ഞാൻ നിർത്താം. പഴയ കാലത്ത് ഒരു വിദൂഷകൻ, ജസ്റ്റർ എന്ന് പറഞ്ഞപ്പോൾ രാജാവിനെ തമാശയൊക്കെ പറഞ്ഞ് രാജാവിനെ സന്തോഷിപ്പിക്കുന്ന ഒരുത്തനുണ്ടായിരുന്നു. ഒരു ദിവസം രാജാവ് പറഞ്ഞു, നിന്നെക്കാട്ടിൽ ഭോഷനായ ഒരുത്തരെ ഞാൻ കണ്ടിട്ടില്ല. ഈ ദണ്ഡ് നിന്റെ കയ്യിൽ വെച്ചോ. നിന്നെക്കാട്ടിൽ ഭോഷനായ ഒരുത്തനെ കണ്ടാൽ അവന് നീ കൊടുത്തേണം. നീയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭോഷനായ മനുഷ്യൻ. ഈ വിദൂഷകനെ പറഞ്ഞു കൊടുത്തു, നിന്നെക്കാട്ടിൽ അധികം ഭോഷനായ ഒരു മനുഷ്യനെ കണ്ടാൽ അവൻ ഇത് കൊടുക്കണമെന്ന് പറഞ്ഞ് അവന്റെ കരങ്ങളിൽ കൊടുത്തു. അവനത് അവന്റെ മുറിയിൽ, അവന്റെ വീട്ടിൽ വെച്ചിരിക്കുക. ഒരു ദിവസം പല നാളുകൾ കഴിഞ്ഞു രാജാവ് അവനെ വിളിപ്പിക്കുന്നു.
ചോദിച്ചപ്പോൾ ഞാൻ വളരെ ഗൗരവമേറിയ ഒരു രോഗത്തിന് അടിമപ്പെട്ടു. ഐ ആം സീരിയസ്ലി ഇൽ. രാജാവ് ഇതിനെ ഭയപ്പെടുന്നു. രാജാവ് പറഞ്ഞു, ഞാൻ ഭയപ്പെടുന്നു, ഞാൻ ഒരു വലിയ ജേർണി നടത്താൻ പോവുകയാണ്. ഐ ഫിയർ ദാറ്റ് ഐ എം ഗോയിങ് ടു ടേക്ക് ഓൺ എ ലോങ് ജേർണി. ഉടനെ ഇയാൾ ചോദിച്ചു, വെൻ വിൽ യു റിട്ടേൺ? രാജാവ് പറഞ്ഞു, നെവർ, ഐ വിൽ നോട്ട് റിട്ടേൺ. വീണ്ടും ഈ മനുഷ്യൻ, തമാശ പറയുന്ന മനുഷ്യൻ ചോദിച്ചു, രാജാവേ, ആ രാജ്യത്തെക്കുറിച്ച് അങ്ങേക്ക് എന്തറിയാം? രാജാവ് മറുപടി പറഞ്ഞു, എനിക്കൊന്നും അറിയത്തില്ല. ഐ ഡോണ്ട് നോ എനിത്തിങ്. വീണ്ടും ഈ മനുഷ്യൻ ചോദിച്ചു, രാജാവേ, വാട്ട് പ്രിപ്പറേഷൻ യു ഹാവ് ടേക്കൺ ഫോർ ദാറ്റ് ജേർണി? അദ്ദേഹം മറുപടി പറഞ്ഞു, ഒന്നും എടുത്തിട്ടില്ല. നിൽക്ക് എന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യൻ ഓടിപ്പോയി തനിക്ക് കൊടുത്ത ആ ദണ്ട് എടുത്തുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, ഇത് രാജാവിന് ഇരിക്കട്ടെ. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദ മീനിങ്? താൻ ഒരു യാത്ര പോവുകയാണ്, മരണത്തെക്കുറിച്ച് പറയുകയാണ്. ഒരിക്കലും താൻ മടങ്ങി വരില്ല. ആ സ്ഥലത്തെക്കുറിച്ച് തനിക്ക് ഒന്നും അറിയില്ല. എങ്ങോട്ട് പോകുന്നെന്ന് തനിക്കറിയില്ല. അവനെക്കാട്ടിൽ പോഷനായ ആരുമില്ല. ഇതാ ഈ ദണ്ട്, എനിക്ക് നൽകിയ ദണ്ട് അങ്ങേക്കിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ തമാശ പറയുന്ന വിദൂഷകൻ രാജാവിനത് കൊടുക്കുന്നതായിട്ട് ഒരു കഥ ഞാൻ വായിച്ചു. സൗരന്മാരെ, ഞാനും നിങ്ങൾ ഇതിൽ നിന്ന് വ്യത്യസ്തരല്ല. നമ്മൾ മരിക്കും, ജേർണി എടുക്കും. ഈ ലോകത്തിൽ നമ്മൾ മാറ്റപ്പെടും. ഒരിക്കലും നമ്മൾ മടങ്ങി വരാൻ പോകുന്നില്ല. ആ സ്ഥലത്തുള്ള ബന്ധത്തിൽ നമ്മളെ തന്നെ ഒരുക്കിയില്ലെങ്കിൽ, നമ്മൾ അതിനെക്കുറിച്ച് ഒരു നിശ്ചയമുള്ളവരായി തീരുന്നില്ലെങ്കിൽ, ദൈവം നമുക്ക് ക്രമീകരിച്ചു തന്ന നിത്യമായ രക്ഷ കരസ്ഥമാക്കുന്നില്ലെങ്കിൽ, നമ്മളെക്കാട്ടിൽ ഭോഷന്മാരായ ആരും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് ഈ പഠനം നമ്മളെ വളരെ വ്യക്തമായി നമ്മളെ സഹായിക്കട്ടെ. നമ്മളെ തന്നെ ഒരുക്കുന്നതിനും നിത്യതയുള്ള ബന്ധത്തിൽ നമുക്ക് നിത്യരക്ഷ കരസ്ഥമാക്കുവാൻ ഈ പഠനം ഇടയാക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. ഒരിക്കൽ മരണം, പിന്നെ ന്യായവിധി ദൈവം നിയമിച്ചിരിക്കുകയാണ്. ഞാൻ ഈ ഭാഗം ശ്രദ്ധിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്നോട് ദൈവം സംസാരിച്ച ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കുകയാണ്. ആദ്യം ഇന്നത്തെ പഠനം, certain appointments of God in relation to judgment. ഈ ന്യായവിധിയുള്ള ബന്ധത്തിൽ ദൈവം നിയമിച്ച ചില നിയമനങ്ങൾ ഞാൻ പറയാൻ പോവുകയാണ്. ഒന്ന്, എബ്രായലേഖനം 9:27, Hebrews chapter 9 and verses 27, we have looked into two appointments of God in relation to us. Death is appointed by God. It is an appointment. That is a reason nobody can postpone, nobody can escape from it. It is an appointment of God. Second, after death, there is a judgment appointed by God. മരിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം ഒരു ന്യായവിധി ദൈവം നിയമിച്ചിരിക്കുകയാണ്. അത് രക്ഷപ്പെടാനായിട്ട് ആർക്കും സാധിക്കത്തില്ല. രണ്ട് കാര്യങ്ങൾ. മൂന്നാമതൊരു കാര്യം നമുക്ക് നോക്കാം. ഈ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ല. കാരണം appointed by God. ദൈവം പറയുന്നു. അതിനെ Ecclesiastes chapter 12. പഴയ നിയമത്തിൽ നമുക്ക് ആ ഭാഗം, നമുക്ക് ഒരു വാക്യം നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം. Ecclesiastes chapter and verses 14. For God will bring, we will read from verses 7. Then the dust will return to the earth as it was, and the spirit will return to God who gave it. We will read verse 14. For God will bring every work into judgment, including every secret thing, whether good or evil. ദൈവം പറയുകയാണ്, മനുഷ്യൻ മരിക്കുമ്പോൾ അവന്റെ ശരീരം മണ്ണിലേക്ക് ചേരുമ്പോൾ അവന്റെ ആത്മാവ് ദൈവത്തിന്റെ അടുക്കിലേക്ക് പോകും. മറ്റു വേദഭാഗം പഠിക്കുമ്പോൾ നമുക്കൊരു പുനരുത്ഥാനം ഉണ്ടാകും. നമുക്ക് ആ ഭാഗം പിന്നീട് പഠിക്കാം. ഈ പുനരുത്ഥാന ശേഷം നമ്മൾ വായിക്കുന്നു, God will bring into judgment. മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്ത സകല പ്രവൃത്തികളും ദൈവം ന്യായവിധിയുടെ മുന്നിൽ കൊണ്ടുവരും, whether it is good or bad. Another verse, we will read Proverbs chapter 15 and verses 3. Proverbs 15 and verses 3. God is telling, after death, there is a judgment. At the judgment time, God is going to bring every work, whether good or bad, into this judgment.
Proverbs chapter 15 and verses 3. The eyes of the Lord are in every place, keeping watch on evil and the good. ദൈവത്തിന്റെ കണ്ണുകൾ ഭൂമിയിലൊക്കെ ഊടാടി നടക്കുകയാണ്. ആകാത്തതും നല്ലതും അവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അഞ്ചാം അധ്യായം, Proverbs chapter 5 verses 21. Proverbs chapter 5 and verses 21. We will read that verse also. Proverbs 5:21. For the ways of man are before the eyes of the Lord. He ponders all his paths. ഒരു മനുഷ്യന്റെ വഴി യഹോവയുടെ മുമ്പിൽ ഇരിക്കുന്നു. അവന്റെ വഴികളൊക്കെയും അവൻ തൂക്കി നോക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, everything you do, everything you say, every word you utter, every step you take, it is before God, and God says he will bring everything into judgment after death. How careful we have to be. How fearful we have to be in relation to God's judgment. We must have forgotten what we have done, but God has not forgotten it. We are going to study that it is written in heaven. All things we are doing, everything we are speaking, it is being written there, and the books will be opened and you will be accountable to God. He read here, eyes of the Lord, for the ways of man is before the eyes of the Lord, and he ponders all his paths. And he is going to bring everything unto this judgment. Let me stop there. Death is appointed. After that, judgment is appointed. Another appointment, Acts chapter 10. We are going to study we are studying in relation to the judgment. Acts chapter 10, verses 42. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിന്റെ 42-ാമത്തെ വാക്യം. And he commanded us to preach to the people and to testify that it is he who has been ordained or appointed by God to be the judge of the living and the dead. ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിതനായവൻ അവൻ തന്നെ. നമ്മുടെ കർത്താവിനെ കുറിച്ച് പ്രസംഗിക്കുകയാണ്. ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ. It is appointed, it is ordained by God, he who has been ordained by God to be the judge of the living and the dead. എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, എല്ലാ ന്യായാസനങ്ങളിലും ആരാണ് ഇരിക്കുന്നതെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. ഫൈനൽ ജഡ്ജ്മെന്റിലും യോഹന്നാൻ നമുക്ക് പറഞ്ഞു തരുന്നു, ആ സിംഹാസനത്തിൽ ഒരു ഇരിക്കുന്നത് കണ്ടു, ആരാ ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ നമ്മൾ വായിക്കുന്നു, ഈ ജഡ്ജ്മെന്റ് കർത്താവിന് കൊടുത്തിരിക്കുകയാണ്. മറ്റൊരു വാക്യം ഞാൻ വായിക്കുകയാണ്. John's Gospel chapter 5. John's Gospel chapter 5. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം നമുക്ക് എടുത്തു നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം. അതിന്റെ 22-ാമത്തെ വാക്യം, verse 22. For the Father judges no one, but he has committed all judgment. For the Father judges no one. പിതാവ് ആരെയും ന്യായം വിധിക്കുന്നില്ല. And has committed all judgment to the Son. സകല ന്യായവിധിയും പുത്രനെ ഏൽപ്പിച്ചിരിക്കുക. അതേ ചാപ്റ്റർ has given him authority to execute judgment also, because he is the Son of Man. സകല ന്യായവിധിയും പുത്രന്റെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. അവൻ മനുഷ്യനാകിയാൽ ന്യായവിസ്താരം നടത്തുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരോട് പറയട്ടെ, ന്യായവിധിയുള്ള ബന്ധത്തിൽ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്ന ഒന്നാമത്തെ കാര്യം, നമ്മൾ മരിക്കും. Death is sure. ജീവിതത്തിന് അവസാനം കുറിക്കുന്നത് അന്ന് വരെ ജീവിച്ച ജീവിതം നമ്മൾ തിരുവനന്തപുരത്തിലൂടെ കണ്ടു. Your ways are before God, and everything you have done or spoken accountable to the Lord. മനുഷ്യൻ ചെയ്ത നല്ലതും തീയതുമായത് എല്ലാം ന്യായവിസ്താരത്തിൽ കൊണ്ടുവരും. Death is there. After the judgment will come. Third, we have seen God has appointed the judge. ദൈവം ന്യായാധിപനെ നിയമിച്ചു. ആ ന്യായവിധിയുള്ള ബന്ധത്തിൽ സീരിയസ് ചിന്തിച്ചാട്ടെ. ദൈവം ന്യായാധിപനെ നിശ്ചയിച്ചു കഴിഞ്ഞു. ഇനി അനദർ അപ്പോയിന്റ്മെന്റ് നമുക്ക് നോക്കാം. ആക്ട്സ് ചാപ്റ്റർ 17. അപ്പോസ്തലപ്രവൃത്തികൾ 17-ാം അധ്യായം നമുക്കൊന്ന് എടുക്കാം. ആക്ട്സ് ചാപ്റ്റർ 17. അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം നോക്കട്ടെ.
Because he has appointed a day on which he will judge the world in righteousness by the man whom he has ordained. ആ വാക്ക് ശ്രദ്ധിച്ചാട്ടെ, അവൻ ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കാൻ ഒരു ദിവസം നിശ്ചയിച്ചു. Brothers and sisters, it is a universal judgment. And God has appointed a day for that judgment. What does it mean? എന്താണ് അത്? ഞാൻ ഒരു അമേരിക്കൻ കമ്പനിക്ക് 17 വർഷം സെയിൽസ്മാൻ ആയി. I used to meet people by taking appointments. Sometimes I used to, cancel the appointment and postpone the appointment, and I used to take another day for the appointment. But here it is written, God has appointed a day to judge the world in righteousness. ദൈവത്തിന്റെ കലണ്ടർ എന്ന് പറഞ്ഞാൽ അത് കൃത്യമാണ്. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിച്ചോട്ടെ. ഗലാത്യ ലേഖനത്തിൽ വരുമ്പോൾ ദൈവം തന്റെ പുത്രനെ തികവിൽ അയച്ചു എന്നാണ്. ഇംഗ്ലീഷിൽ വായിച്ച എങ്ങനെയാണെന്നറിയാമോ? God has sent forth his son in the fullness of time. In the fullness of time, God has sent forth his son. It took 4,000 years to prepare the world so that his son will come, and the appointed time he came into this world. കാലത്തിന്റെ തികവിൽ, in the fullness of time, God sent forth his son. പിന്നീട് ഒരു കാര്യം കൂടി ഞാൻ ഓർപ്പിച്ചോട്ടെ. പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ വന്നു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിൽ കടന്നുപോയാൽ I call it as a calendar of redemption. വീണ്ടെടുപ്പിന്റെ കലണ്ടർ എന്ന് അവിടെ പറയാം. As a shepherd. അവിടെ നമ്മൾ വായിച്ചാൽ ആദ്യവല കറ്റ, ആ കറ്റ പുനരുത്ഥാനം പ്രാപിക്കുന്ന കർത്താവിനെ കാണിക്കുകയാണ്. ആദ്യവല കറ്റ കൊണ്ടുവന്ന ശേഷം 7 എണ്ണണം. 7 ശബത്ത്, ഒരു ശബത്ത് 7 ദിവസം കഴിഞ്ഞാൽ വരുന്നത്. 7 7 49. അത് കഴിഞ്ഞ് അടുത്ത ദിവസം പെന്റിക്കോസ്റ്റ് ഡേ ആണ്. After 7 Sabbath, you count one more day. 7 7 49, 1 50. 50-ാം ദിവസത്തിന്റെ പേര് പെന്റിക്കോസ്റ്റ് എന്നാണ്. പെന്റിക്കോസ്റ്റ്. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ എന്നോട് കേട്ട വാഗ്ദത്തത്തിനായി, പിതാവിന്റെ സന്നിധിയിൽ നിന്നുള്ള വാഗ്ദത്തത്തിനായി പരിശുദ്ധാത്മാവിനെ കാത്തിരിക്കാൻ പറഞ്ഞു. അവര് പ്രാർത്ഥനയോടുകൂടെ കാത്തിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അവർ പ്രാർത്ഥിച്ച് വളരെ ഭക്തന്മാരായി അവർ പ്രാർത്ഥിച്ചാൽ നമ്മൾ നോക്കുക, കർത്താവിന്റെ പുനരുത്ഥാന ശേഷം 50 ദിവസം കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് വരികയുള്ളൂ. 48 ദിവസമാകുമ്പോൾ വരുമോ? ഇല്ല. അവരുടെ പ്രാർത്ഥനയിൽ അവർ കുറച്ചുകൂടെ ലാഘവം കാണിച്ചെങ്കിൽ കർത്താവ് പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയക്കുന്നത് 2 ദിവസം കൂടെ കഴിയുമോ? ഇല്ല. ആ കലണ്ടറിൽ ഈ ആദ്യവല കറ്റ കൊണ്ടുവന്ന ശേഷം 7 ശബത്ത് എണ്ണിയിട്ട് അടുത്ത ദിവസം പുതിയ ധ്യാനം കൊണ്ട് പെന്തിക്കോസ്ത് പെരുന്നാളിൽ അർപ്പിക്കാനായിട്ട് ദൈവം കൽപ്പിച്ചിരിക്കുകയാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം കഴിഞ്ഞ് 40 ദിവസം കർത്താവ് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. 10 ദിവസം ശിഷ്യന്മാർ കാത്തിരുന്നു. തിരുവചനത്തിൽ വായിക്കുന്നു, when the day of Pentecost has fully come. പെന്തിക്കോസ്ത് ദിവസം വന്നപ്പോൾ പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. എന്തിനാ ഞാനത് പറഞ്ഞത്? The Lord came to this earth in the fullness of time. പിതാവ് നിശ്ചയിച്ച സമയത്ത് വന്നു. പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ കലണ്ടറിൽ നിശ്ചയിച്ച സമയത്ത് വന്നു. ന്യായവിധി നാം ഇവിടെ വായിക്കുന്നു, ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കാൻ അവനൊരു ദിവസം നിശ്ചയിച്ചിരിക്കുകയാണ്. ഇറ്റ് വിൽ ഹാപ്പൻ ഇൻ ദാറ്റ് സെയിം ഡേ. Nobody can postpone it. ലോകത്തെ വിധിക്കും. ഇറ്റ് ഇസ് എ യൂണിവേഴ്സ്. ദൈവം നിശ്ചയിച്ച സമയത്ത് വരും. ഞാൻ ഓർപ്പിച്ചു, യേശു ദൈവം നിശ്ചയിച്ച സമയത്ത് വന്നു, പരിശുദ്ധാത്മാവ് ദൈവം നിശ്ചയിച്ച സമയത്ത് വന്നു. വീണ്ടും നമ്മൾ വായിക്കുന്നു, ന്യായവിധി ദൈവം നിശ്ചയിച്ച സമയത്ത് ഭൂമിയിൽ നടക്കും. ദൈവം നിശ്ചയിച്ച സമയത്ത് ഈ ന്യായവിധി നടക്കുമെന്നുള്ളത് പ്രത്യേകം ഓർക്കുക. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറയട്ടെ. മരണം ദൈവം നിശ്ചയിച്ചു. നമ്മുടെ അടുക്കലോട്ട് മരണം അടുത്തു വരികയാണ് എന്നാണെന്ന് നമുക്കറിഞ്ഞു. മരണം സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത കാര്യങ്ങൾ മുഴുവൻ ഇറ്റ് ഈസ് റെക്കോർഡഡ് ഇൻ ഹെവൻ. നല്ലതും തീയതുമായതൊക്കെയും ന്യായവിസ്താരത്തിൽ കൊണ്ടുവരും. 2, മരണം കഴിഞ്ഞാൽ പിന്നെ ന്യായവിധിയാണ്. ജഡ്ജ്മെന്റ്. Every work will be brought before this judgment. 3, നാം കണ്ടു, ലോകത്തിൽ നീതിയിൽ ന്യായം വിധിപ്പാൻ
ദൈവം ന്യായാധിപനെ നിശ്ചയിച്ചു. നമ്മുടെ കർത്താവിനെയാണ്. നാലാമത് നമ്മൾ കണ്ടു, ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവനൊരു ദിവസം നിശ്ചയിച്ചിരിക്കുക. വീണ്ടും ഞാൻ വായിക്കുകയാണ്. ഏത് ന്യായവിധിക്കും ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. There is some law. നമ്മളിപ്പോഴൊക്കെ വായിക്കുന്നുണ്ടല്ലോ, കോടതിയിലൊക്കെ സെഷൻ സോ ആൻഡ് സോ സോ ആൻഡ് സോ എന്നൊക്കെ വായിക്കാറുണ്ട് കോർട്ടിൽ. We usually hear it. You know, for every judgment there has to be a law laid down. ഒരു നിയമമുണ്ട്. നമ്മളെ ന്യായം വിധിക്കാൻ ഒരു നിയമമുണ്ട്. ആ നിയമം എന്താണ്? എൻ്റെ പാസ്റ്റർ പറഞ്ഞ അനുസരിച്ചാണോ? എൻ്റെ ഉപദേശി പറഞ്ഞ അനുസരിച്ചാണോ? എൻ്റെ അച്ഛൻ പറഞ്ഞ അനുസരിച്ചാണോ? എൻ്റെ ഫിലോസഫിയിൽ തിങ്കിങ്ങിനെ ആസ്പദമാക്കിയാണോ? അല്ല. പിന്നെന്താണ് പറയുന്നത്? നമ്മൾ കണ്ടു appointments of God in relation to judgment. Let me read to you another verse from John's Gospel chapter 12. John's Gospel chapter 12. What is the standard by which God is going to judge us? നമ്മളെ ദൈവം ന്യായം വിധിക്കുന്ന സ്റ്റാൻഡേർഡ് എന്താണെന്ന് നോക്കിയാണ്. ദൈവം നിശ്ചയിച്ചിരിക്കുന്ന, അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ് എന്താണ്? John's Gospel chapter 12 verses 48. അതിന്റെ 48ാമത്തെ വാക്യം നമുക്ക് നോക്കാം. ഇങ്ങനെയാണ് വായിക്കുന്നത്. He who rejects me and does not receive has that which judges him. The word that I have spoken will judge him in the last day. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ നിങ്ങളെ ന്യായവിധിക്കും. ആ വാക്കൊന്നുകൂടെ ശ്രദ്ധിച്ചാട്ടെ. യേശുക്രിസ്തുവിന്റെ വാക്കുകൾ നമ്മളെ ജഡ്ജ് ചെയ്യും. You and me is going to be judged based on the words the Lord has spoken. Not based on my philosophy, not based on the words my priest has said, based on the words that pastor has said, not based on the words that my friends have spoken. പിന്നെ കർത്താവ് പറഞ്ഞ വാക്കുകളെ ആസ്പദമാക്കി എന്നെ ന്യായവിധിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം തന്നെ നിങ്ങളെ ഒടുക്കത്തെ നാളിൽ ന്യായവിധിക്കും. The words I have spoken to you will judge you in the last day. I'm going to read to you one more verse, emphasizing this from the Deuteronomy chapter 18. Deuteronomy chapter 18. പഴയ നിയമത്തിൽ നിന്ന് നമുക്കിത് വായിക്കാം. God is speaking to Moses about our blessed Lord. He is speaking that I'm going to raise a prophet like you from among your people. And God says something here. Look at here, Deuteronomy chapter 18, verses 18 and 19. ആവർത്തനം 18-19 വാക്യം. I will raise up for them a prophet like you from among their brethren, and will put my words in his mouth. He shall speak to them all that I command him, and it shall be that whoever will not hear my words which he speaks in my name, I will require it of him. ആരെക്കുറിച്ചാണ് പറയുന്നത്? മോശയിലൂടെ ദൈവം സംസാരിക്കുകയാണ്. നിന്നെപ്പോലൊരു പ്രവാചകനെ ഞാൻ ജനത്തിൻ്റെ ഇടയിൽ ഏൽപ്പിക്കും. എന്റെ വചനങ്ങൾ അവന്റെ നാവിൽ ഞാൻ കൊടുക്കും. അവൻ ജനത്തോട് സംസാരിക്കും. ആരെങ്കിലും അവന്റെ വാക്ക് അനുസരിക്കാതിരുന്നാൽ ഞാൻ അവനോട് ചോദിക്കും. I will require it from him. നമ്മുടെ കർത്താവ് ആവർത്തിച്ച് പറഞ്ഞ വാക്ക് നമുക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾ കേൾക്കുന്ന വചനം എന്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റെതാണ്. രാവിലെ തോറും അവനെ ഉണർത്തി. ശിഷ്യന്മാരുടെ നാവ് അവന് കൊടുത്തു. A tongue of a disciple. He heard from his father. He gave the words that he has to speak. And every day he spoke based on that words that was given to his mouth. പിതാവായ ദൈവം പുത്രന്റെ നാവിൽ കൊടുത്തു ആ വാക്കുകൾ മനുഷ്യരോട് സംസാരിക്കും. നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്ക് വിളിച്ചാട്ടെ. ആരെങ്കിലും ഞാൻ അവരോട് സംസാരിച്ച വചനം, ആരെങ്കിലും അവരോട് സംസാരിച്ച വചനം കേൾക്കാതിരുന്നാൽ ഞാൻ അവരോട് ചോദിക്കും എന്ന് കർത്താവ് പറഞ്ഞു. യോഹന്നാൻ സുവിശേഷം 12 കർത്താവ് പറഞ്ഞു നോക്കിയാട്ടെ. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിങ്ങളെ ഒടുക്കത്തെ നാളിൽ ന്യായവിധിക്കും. മരണം ദൈവം നിശ്ചയിച്ചു. മരണാനന്തര ന്യായവിധി ദൈവം നിശ്ചയിച്ചു. ന്യായാധിപനെ ദൈവം നിശ്ചയിച്ചു. ന്യായവിധിക്കായി ഒരു ദിവസം നിശ്ചയിച്ചു. ന്യായവിധിയുടെ സ്റ്റാൻഡേർഡ് ദൈവം നിശ്ചയിച്ചു. Let me tell you once again, death is appointed by God. After death, judgment is appointed by God. Judge is appointed by God. A day is appointed by God for judgment. And the fifth one, the standard is appointed by God
by which he is going to judge the people. Let me read one more verse. One more verse. We will turn to Psalms. Sankirtanangal. Psalms 9. Psalms 9. There you read like this. Psalms 9 verse, yes, 7 and 8. The Lord shall endure forever. He has prepared his throne for judgment. He shall judge the world in righteousness, and he shall administer judgment for the people in uprightness. ദൈവം ന്യായവിധിക്കായി തന്റെ സിംഹാസനം ഒരുക്കി ലോകത്തെ നീതിയിൽ ന്യായവിധിക്കും. Brothers and sisters, have you seen the seriousness of it? God has prepared his throne for judgment. And he shall judge the world in righteousness. അവൻ നീതിയോടെ ലോകത്തെ ന്യായവിധിക്കും. ഇന്ന് ലോകത്തിൽ മനുഷ്യന് നീതി കിട്ടുന്നില്ല. അനേക കുറ്റവാളികൾ രക്ഷപ്പെട്ടു പോകുന്നു. അനേക നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നു. പക്ഷെങ്കിൽ വചനത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി, he shall judge the world in righteousness, for that he has prepared his throne. We will study about the throne later on, but let me remind you, death is appointed. Judgment is appointed. Judge is appointed. A day is appointed for the judgment. The standard of judgment is appointed. And we read again, he has prepared his throne for judgment. അവൻ ന്യായവിധിക്കായി തന്റെ സിംഹാസനം ഒരുക്കി. ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിച്ചുകൊള്ളട്ടെ. വരാനുള്ള ന്യായവിധിയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. എബ്രായലേഖനം നിർത്താട്ടെ, അതിന്റെ 11-ാമത്തെ അധ്യായം, Hebrews chapter 11. Hebrews chapter 11 and verses 7. Hebrews chapter 11 verses 7. Hebrews chapter 11 verses 11. By faith, Noah being divinely warned of things not yet seen, moved with godly fear, prepared an ark for the saving of his household, by which he condemned the world and became higher of the righteousness which is according to faith. Noah, മലയാളത്തിൽ വായിച്ചാൽ ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി, തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു പെട്ടകം ഒരുക്കി. പക്ഷെ ഇവിടെ വായിക്കുന്ന, ഇംഗ്ലീഷിൽ വായിക്കുന്നത്, he was moved with godly fear. ദൈവ ഭയം കൊണ്ട് നോഹ ചലിച്ചു തുടങ്ങി. വരാനുള്ള ന്യായവിധി, അന്ന് വരെ ലോകത്തിൽ മഴ പെയ്ത് കണ്ടിട്ടില്ല, ഒരു ജലപ്രളയം കണ്ടിട്ടില്ല, മഴ പെയ്ത് കണ്ടിട്ടില്ല. ദൈവം ലോകത്തെ ജലപ്രളയത്താൽ നശിപ്പിക്കുകയാണ്. നീ നിന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു പെട്ടകം ഒരുക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ നാം വായിക്കുന്നു, he was moved with fear. അവൻ ഭയം കൊണ്ട് ചലിച്ച് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു പെട്ടകം ഒരുക്കുകയായിരുന്നു. Acts chapter 24. ഞാൻ ആ വാക്യം ഒന്ന് എടുത്തോട്ടെ, എന്തിനാ ഞാൻ എടുക്കുന്നതെന്ന് പറയാം. Acts chapter 24. ആ വാക്യം എടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ഞാൻ ഓർപ്പിക്കട്ടെ. അപ്പോസ്തലന്മാരുടെ പ്രസംഗങ്ങൾ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ, പൗലോസിന്റെ പ്രസംഗം ശ്രദ്ധിച്ചാൽ ആ പ്രസംഗങ്ങളിൽ അവർ ന്യായവിധിയെക്കുറിച്ച് പ്രസംഗിച്ചിരുന്നു. ഫോർ എക്സാമ്പിൾ, യു ടേക്ക് Acts chapter 24 and we will read verses 25. Now, as he reasoned about righteousness, self-control and the judgment to come, Felix was afraid and answered, "Go away, for now when I have a convenient time, I shall call you." രാജശ്രീ ഫെലിക്സിന്റെ മുമ്പാകെ പൗലോസ് പ്രസംഗിച്ച കൂട്ടത്തിൽ പൗലോസ് പ്രസംഗിച്ചിരിക്കുന്ന ഒരു വിഷയം ന്യായവിധി എന്ന വിഷയമാണ്. ഈ ന്യായവിധിയെക്കുറിച്ച് പ്രസംഗിച്ചപ്പോൾ മലയാളത്തിൽ വായിക്കുന്നു, അവൻ ഭയന്ന് വിറച്ചു എന്ന്. ഇവിടെ വായിക്കുന്നു, he was afraid. Felix was afraid of hearing about judgment. He told Paul, "Go
I will call you at a convenience. ഒരു കാര്യം ഇവിടെ ഓർപ്പിക്കട്ടെ, നീതിയെക്കുറിച്ചും ഇന്ദ്രിയജയത്തെക്കുറിച്ചും വരുവാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ചും പ്രസംഗിച്ചപ്പോൾ he was scared. Noah heard about the judgment. He was moved with fear. Let me remind you again. Just as death is sure, judgment after death is sure. Before closing, let me read you one more verse. Let us turn to John's Gospel, chapter 3. If anyone hearing us, if you fear about this judgment, there is a way to escape. John's Gospel, chapter 3. Verses 16 onwards we will read. For God so loved the world that he gave his only Son, that whoso believes in him should not perish but have everlasting life. God did not send his Son into the world to condemn the world, but that the world through him might be saved. He who believes in him is not condemned, but he who does not believe is condemned already, because he has not believed in the name of the only begotten Son of God. And this is the condemnation, that the light come into the world, and men love darkness rather than light, because their deeds were evil. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കുന്നു. ലോകത്തെ ദൈവം അത്രമാത്രം സ്നേഹിച്ചു. ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചതുകൊണ്ട് ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കുകയായിരുന്നു. ദൈവം എന്തിനാണ് തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്? യോഹന്നാൻ 3:16 വളരെ പ്രസിദ്ധമാണ്, നമുക്കറിയാം. തന്റെ ഏകജാതനായി പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുകയാണെന്ന് ദൈവനെ ലോകത്തിലേക്ക് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവ സ്നേഹത്തിന്റെ ആഴമാണ് കാൽവറി ക്രൂശ്. തന്റെ പ്രിയപുത്രനെ ലോകത്തിലേക്ക് അയച്ചു. അവനെ ക്രൂശിൽ തകർത്ത് കളഞ്ഞു, പാപത്തിന് പരിഹാരം വരുത്തി. അവനെ വിശ്വസിക്കുന്നവർക്ക് നിത്യരക്ഷയുണ്ട്. എന്നാൽ മനുഷ്യൻ ഇനി ന്യായവിധിയിലാകുന്നുവെങ്കിൽ അതിന്റെ കാരണം 19-ാം വാക്യത്തിൽ വായിക്കുന്നു. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ച തന്നെ. മനുഷ്യരെ പാപം ചെയ്യണം, പാപത്തിൽ ജീവിക്കണം. സഹോദര സഹോദരി, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നീ പാപത്തിൽ തുടരുകയാണെങ്കിൽ ഇവിടെ വായിക്കുന്ന പോലെ നീ വെളിച്ചത്തേക്കാൾ അധികം ഇരുളിനെ സ്നേഹിക്കും. നീ ഇരുളിനെ സ്നേഹിക്കുന്നതിന്റെ കാരണം നീ പാപത്തെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. പാപത്തോട് സലാം പറഞ്ഞാൽ, പാപത്തെ നീ ഉപേക്ഷിച്ചാൽ, പാപം വേണ്ട എന്ന് വെച്ചാൽ നിനക്ക് കർത്താവിലേക്ക് വരാൻ കഴിയും. വെളിച്ചം ലോകത്തിൽ വന്നു, രക്ഷദാനമായി ദൈവം നൽകി. ഞാൻ യോഹന്നാൻ 3:16 വായിച്ചപ്പോൾ ഒരു വാക്യം എൻ്റെ മനസ്സിൽ വന്നു, ദൈവ സ്നേഹത്തിന്റെ ആഴം. ഞാൻ അതുകൂടെ പറയാം. നിങ്ങള് ലേവ്യ പുസ്തകം 22-ാമത്തെ അധ്യായം എന്ന് എടുത്താട്ടെ. ലെവിറ്റിക്കസ് ചാപ്റ്റർ 22. ദൈവം തന്റെ പുത്രന്റെ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ലേവ്യ യാഗങ്ങളെല്ലാം കൽപ്പിച്ചാക്കി. അത് ഒരു ബ്യൂട്ടിഫുൾ സ്റ്റഡിയാണ്. അതൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് നേരമില്ല, വളരെ മണിക്കൂറുകൾ പഠിച്ചെങ്കിലേ അത് തീരുകയുള്ളൂ. എന്നാൽ അതിൽ ഒരു കാര്യം ഞാനൊന്ന് പെറുക്കിയെടുക്കാൻ ആഗ്രഹിക്കുന്നു. ഈ പ്രമാണത്തിൽ ഒരു പ്രമാണം, Leviticus chapter 22 verses 26 onwards. And the Lord spoke to Moses, saying, when a bull or a sheep or a goat is born, it shall be 7 days with its mother, and from the 8th day thereafter it shall be accepted as an offering made by fire. Whether it is cow or eve, do not kill both her and her young on the same day. ഒരു പശു പിറന്നു, ഒരു ആട് പിറന്നു, അതിന്റെ കുട്ടിയുണ്ട്. തള്ളയും കുട്ടിയും കൂടെ ഒരു ദിവസത്തിൽ അറുക്കരുത്. ദൈവം ഒരു കൽപ്പന ഇവിടെ കൊടുത്തു. എന്തിനാ കൊടുത്തതെന്നറിയാമോ? ഇവിടെ വായിക്കുന്നു, 7 ദിവസം ആ കിടാവ് തള്ളയുടെ കൂടെ ആയിരിക്കണം. 7 days that newborn should be with its mother. നമ്മൾ പശുക്കളെയൊക്കെ നോക്കിയാൽ പ്രസവിച്ചു കഴിഞ്ഞാൽ അറിയാം, ആ കുഞ്ഞിനെ അത് നക്കുന്നു, അതിനെ പാല് കൊടുക്കുന്നു, ആ മൃഗം അതിനെ സ്നേഹിക്കുന്നത് കാണാം. എന്നാൽ on the 8th day onwards, you can take it as an offering to sacrifice and put it on the altar. 7 ദിവസം തള്ളയുടെ കൂടെ ഇരിക്കണം, തള്ളയുടെ പാല് കുടിക്കണം, തള്ളയുടെ സ്നേഹം അനുഭവിക്കണം, തള്ളയെ സ്നേഹിക്കണം. എന്നാൽ 8-ാം ദിവസം നിനക്ക് അറുക്കാൻ എടുത്തുകൊണ്ട് പോകാം. ഞാൻ ഇങ്ങനെ ഓർത്തുപോയി,
7 ദിവസം തള്ളയുടെ മുലപ്പാൽ കുടിച്ച് തള്ളയോട് ചേർന്നിരുന്ന ആ കൊച്ചു കിടാവിനെ യാഗമായി അറുക്കുവാൻ ആ യഹൂദൻ വന്ന് എടുക്കുമ്പോൾ, ആ കൊച്ചു കിടാവിനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ തള്ളപ്പശുവിനെ കുറ്റിയിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. ഈ കൊച്ചു കിടാവ് കിടന്ന് കരയും. ആ തള്ളപ്പശു ആ കരച്ചിൽ കേൾക്കും. അതിനെ കെട്ടിയിട്ടിരിക്കാൻ അതിനൊന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ ഒരു വാക്ക് പറഞ്ഞു നിർത്തട്ടെ. കാൽവറി ക്രൂശിൽ ദുഷ്ടന്മാർ നമ്മുടെ കർത്താവിനെ ക്രൂശിക്കാൻ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഒരിക്കൽ പോലും പിതാവിനോടുള്ള ബന്ധം വിച്ഛേദിക്കാതെ ആ സ്നേഹത്തിൽ കഴിഞ്ഞ പുത്രൻ, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന് ഉറക്കെ കരഞ്ഞപ്പോൾ, ആ കൊച്ചു കിടാവ് കരയുന്നത് കേട്ട് ആ തള്ളപ്പശുവിന്റെ കാതിൽ വീണപ്പോൾ അത് അവിടെ കിടന്നുകൊണ്ട് കരയുന്നത് നമുക്ക് കാണാം, അതിന്റെ വേദന. പക്ഷെ അതിനെ കെട്ടിയിട്ടിരിക്കാൻ അതിനൊന്നും ചെയ്യാൻ കഴിയില്ല. എന്റെ സഹോദരന്മാരെ, യോഹന്നാൻ 3:16 നമ്മൾ ഓർക്കുക. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിപ്പാൻ ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവത്തിന്റെ പുത്രനെ അവൻ കരഞ്ഞിട്ടും മറുപടി കൊടുക്കാഞ്ഞത് എന്നെയും നിങ്ങളെയും അത്രമാത്രം സ്നേഹിച്ചു. എന്തിനു വേണ്ടി? നാം ശിക്ഷാവിധിയിൽ അകപ്പെടരുത്, ന്യായവിധിയിൽ അകപ്പെടരുത്. അവനിൽ വിശ്വസിച്ചാൽ നമുക്ക് രക്ഷ കിട്ടും. ആ രക്ഷ നമുക്ക് സൗജന്യമായി തരുവാൻ തന്റെ പുത്രനെ നമുക്ക് വേണ്ടി നൽകി. ഞാനിവിടെ നിർത്തുന്നു. ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നു, ഇഫ് anyone not taken a decision for the Lord, this is a time you humble yourself. Make sure today you will be saved. You won't come into this condemnation. If you are still loving the sins that is in the world, we read, അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ അധികം സ്നേഹിക്കും. They are loving the darkness more than the light. But remember the love the Lord has shown to you. ആ കൊച്ചു കിടാവ് കരഞ്ഞപ്പോൾ, ആ പശു കിടന്ന് തിരിച്ചു കരയുന്ന പോലെ പുത്രന്റെ കരച്ചിലിന് മുന്നിൽ പിതാവിന്റെ ഹൃദയം എങ്ങനെ പിടഞ്ഞു. പക്ഷെ അവിടെ മൗനമായിരുന്നതിന്റെ കാരണം എന്നോടും നിങ്ങളോടുമുള്ള സ്നേഹം. ആ സ്നേഹം മനസ്സിലാക്കി കർത്താവ് ഇന്ന് രാത്രി എന്റെ ഹൃദയം നിനക്ക് വേണ്ടി തരുന്നു, എന്റെ ജീവൻ നിനക്ക് വേണ്ടി സമർപ്പിക്കുന്നു. എനിക്ക് വേണ്ടി മരിച്ച കർത്താവിനെ എന്റെ രക്ഷകൻ കർത്താവുമായി ക്ഷണിക്കും. ഇല്ലെങ്കിൽ നമ്മൾ കണ്ടു, മരണം ദൈവം നിശ്ചയിച്ച സമയത്ത് വരും. മരിച്ച ശേഷം ഞാൻ ചെയ്ത സകല പ്രവൃത്തികളും ന്യായവിസ്താരത്തിൽ കൊണ്ടുവരും. ദൈവം അതിനായി ന്യായാധിപനെയും നിശ്ചയിച്ചു. ദൈവം അതിനായി ഒരു ദിവസം നിശ്ചയിച്ചു. ദൈവം അതിനായി സിംഹാസനം ഒരുക്കി. ദൈവം നമ്മളെ സഹായിക്കട്ടെ. തുടർന്ന് നമുക്ക് പഠിക്കാം. ദൈവം നിങ്ങൾക്ക്